ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മളങ്ങനെ ലാസ്റ്റ് ലെവൽ ഫങ്ഷണൽ ലെവൽ പഠിച്ചു, ഫങ്ഷണൽ ലെവൽ ഓഫ് സ്ട്രാറ്റജി, ബിസിനസ് ലെവൽ ഓഫ് സ്ട്രാറ്റജി പഠിച്ചു. ലാസ്റ്റ് ലെവൽ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജിയിലെത്തി നിൽക്കുകയാണ്. കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി അതെന്താണെന്ന് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ അല്ലേ? നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിക്കേടാ. അതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ലോങ് ടേം ഡയറക്ഷനാണ്. വാട്ട് ഇൻഡസ്ട്രീസ് ഓർ ബിസിനസ്സസ് ടു ബി ഇൻ. ഏത് ഇൻഡസ്ട്രിയിലൊക്കെ പോയി ഞാൻ ബിസിനസ് ചെയ്യണം, ഏത് ബിസിനസ്സൊക്കെ ഞാൻ ചെയ്യണം. ഇനി നമ്മുടെ കോമ്പറ്റീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ അക്വയർ ചെയ്ത് ഒന്നോടെ ബിസിനസ് വലുതാക്കണോ, അല്ലെങ്കിൽ നമ്മൾ അക്വയർ ചെയ്തേക്കുന്ന ഏതെങ്കിലും ബിസിനസ്സുകളെ സെൽ ഓഫ് ചെയ്ത് കളയണോ. ഇങ്ങനത്തെ വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതാണ് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിൽ നോക്കുന്നുണ്ടാവുക ലോങ് ടേമിൽ ഒരു 4-5 വർഷമൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് എന്തായിരിക്കണം, പ്രോഫിറ്റബിൾ ആയിരിക്കണം. അങ്ങനെ ലോങ് ടേമിൽ നിലനിൽക്കാനും ലോങ് ടേമിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് എന്ത് നോക്കുന്നത്, കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി നോക്കുന്നത്. ഫങ്ഷണൽ ലെവലിൽ ബിസിനസ് ഓപ്പറേഷനാണ്, ബിസിനസ് ലെവലിലോ ഏത് മാർക്കറ്റിൽ ഏത് പ്രൊഡക്റ്റ് എന്നൊക്കെ. കോർപ്പറേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ കമ്പനി ആസ് എ ഹോളാണ്. ആ കമ്പനി ഏതൊക്കെ ഇൻഡസ്ട്രിയിൽ പോകണം, ആ ഒരു കമ്പനി ഏതൊക്കെ ബിസിനസ്സസ് ചെയ്യണം, ഏതൊക്കെ കമ്പനീസിനെ അക്വയർ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും തീരുമാനിക്കുന്നുണ്ടാവുക. പർപ്പസ് എന്താ? റീഡിഫൈൻ ആൻഡ് റീപൊസിഷൻ കമ്പനി ടു എൻഷുവർ ലോങ് റൺ ഗ്രോത്ത്. കമ്പനീനെ ഒന്നോടെ റീഡിഫൈൻ ചെയ്യുക, അവരുടെ അർത്ഥം മീനിങ് തന്നെ മാറ്റിക്കളയുക, ഒന്നോടെ ബെറ്റർ പൊസിഷനിൽ റീപൊസിഷൻ ചെയ്തു വെക്കുക. എന്തിനു വേണ്ടിയിട്ട്? ലോങ് റണ്ണിൽ ഗ്രോത്താണ്, പ്രോഫിറ്റ് ആണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഇനി എന്തൊക്കെയാണ് അതിന് നമ്മൾ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജീസ് എന്ന് നോക്കാം. ഓക്കെ, ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻ അതായത് ഈ ഒരു രീതിയിൽ പോകും. ഹൊറിസോണ്ടലി ഉള്ള കമ്പനീസിനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അക്വയർ ചെയ്യാം. അതാണ് പറയുന്നത് മെർജിങ് ഓർ അക്വയറിങ് കോമ്പറ്റീറ്റേഴ്സ് ടു അച്ചീവ് സ്കെയിൽ. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരായിട്ട് മെർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെയും കൂടെ അക്വയർ ചെയ്തിട്ട് ബിസിനസ്സിനെ ഒന്നും കൂടെ സ്കെയിൽ ചെയ്യാൻ പോകുന്നു, ഒന്നും കൂടെ വിപുലീകരിക്കാൻ പോകുന്നു. ഈ ഒരു തീരുമാനമൊക്കെ എടുക്കുന്ന ആരായിരിക്കും? കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി ആയിരിക്കും. നമ്മൾ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവരെയാണ് നമ്മൾ മെർജ് ചെയ്യുന്നതും നമ്മൾ അക്വയർ ചെയ്യുന്നതും. അതുകൊണ്ടാണ് ഹൊറിസോണ്ടൽ ലെവൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ റിസ്ക് എന്താ? കൾച്ചറൽ ക്ലാഷ് ഉണ്ടാവാം, ചിലപ്പോൾ ആഡഡ് വാല്യൂ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇവരൊക്കെ എന്താ, നമ്മുടെ സെയിം ബിസിനസ് തന്നെ ചെയ്യുന്നവരാ. അവർ എക്സ്ട്രാ വാല്യൂ എക്സ്ട്രാ അഡീഷനോ ഒന്നും ചിലപ്പോൾ കൊണ്ടുവരുന്നുണ്ടാവില്ല. രണ്ട് കമ്പനീസിലെയും കൾച്ചർ വേറെ വേറെ ആയിരിക്കും. വർക്കിംഗ് ടൈമോ ലീവ് പോളിസിയോ മൊത്തത്തിൽ അവിടുത്തെ രീതികളെ ചിലപ്പം വേറെ വേറെ ആയിരിക്കും. അതുകൊണ്ട് എന്തുണ്ടാവാം, ചിലപ്പോൾ കൾച്ചറൽ ക്ലാഷ് ഉണ്ടാവാം. ഓക്കെ അല്ലേ? റിസ്ക് എന്ന് പറയുന്നത് കൾച്ചറൽ ക്ലാഷാണ്. പിന്നെ ആഡഡ് വാല്യൂ ഒന്നും ചിലപ്പോൾ കിട്ടാതെ പോവാം. ഓക്കെ ആണോ? ഇനി വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ എന്താണെന്ന് നോക്കാം. ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സിനെയും ഒക്കെ നമ്മൾ പോയിട്ട് കൂടെ നിൽക്കുന്ന കമ്പനീസിനെ ചേർത്ത് നിർത്തുന്നു. വെർട്ടിക്കലോ നമ്മുടെ മേലെയുള്ളവർ നമ്മുടെ താഴെയുള്ളവർ, ഈ ഒരു രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക. മനസ്സിലായോ? താഴെ അല്ലെ മുകളിൽ നോക്കിക്കേടാ. എക്സ്പാൻഡിങ് ബാക്ക്വേർഡ് ചിലപ്പോൾ സപ്ലയേഴ്സ് ആവാം, അല്ലെങ്കിൽ ഫോർവേഡ് ചിലപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആവാം. നമുക്ക് സപ്ലൈ തരുന്ന കമ്പനീനെ നമുക്ക് വേണമെങ്കിൽ അക്വയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എടുത്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനീനെ വേണമെങ്കിൽ നമുക്ക് അക്വയർ ചെയ്യാം. ഇതിനെയാണ് വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുക. അതിൻ്റെ പ്രോസ് കൺട്രോള് നമ്മുടെ കയ്യിലായിരിക്കും, ഫുൾ കൺട്രോള്. സപ്ലൈ ചെയ്യുന്നതും നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നതും സപ്ലൈ ചെയ്യുന്നതും നമ്മുടെ തന്നെ കമ്പനി, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും നമ്മുടെ തന്നെ കമ്പനി. നല്ല കൺട്രോൾ കിട്ടും, നല്ല എഫിഷ്യൻ്റ് ആവും. കോൺസ് എന്താ, പ്രശ്നങ്ങൾ എന്താ? ഫ്ലെക്സിബിലിറ്റി നമുക്ക് കുറച്ച് കുറയും, അതുപോലെ തന്നെ ഭയങ്കര ഹൈ കോസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? ഇനി സ്ട്രാറ്റജിക് അലയൻസസ് എന്താണെന്ന് നോക്കാം. പാർട്ട്ണർഷിപ്സ് ടു ഷെയർ ടെക്, പ്രൊഡക്ട്സ്, മാർക്കറ്റ്സ്, ബെനഫിറ്റ്സ് വിത്തൗട്ട് ഫുൾ മെർജർ എന്ന് വെച്ചാൽ മെർജ് ചെയ്യുന്നുണ്ടാവില്ല, അക്വിസിഷൻ ഒന്നും നടത്തുന്നുണ്ടാവില്ല, അക്വയർ ചെയ്യോ മെർജ് ചെയ്യോ ഒന്നുമില്ല. പക്ഷെ ഒരുമിച്ച് നിന്ന് അവരുടെ രണ്ട് കമ്പനീസും അവരുടെ ടെക്ക് അല്ലെങ്കിൽ അവരുടെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അവരുടെ ആപ്പൊക്കെ ഒരുമിച്ച് ഷെയർ ചെയ്തായിരിക്കും യൂസ് ചെയ്യുക. ചിലപ്പോൾ സിമിലർ പ്രൊഡക്ട്സ് ആയിരിക്കും കൊടുക്കുക, ചിലപ്പോൾ മാർക്കറ്റ്സ് ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള അലയൻസുകൾ, ഒത്തുതീർപ്പ് കരാറൊക്കെ പോലെ അലയൻസുകൾ ഒരുക്കും.
അതിനെയാണ് സ്ട്രാറ്റജിക് അലയൻസസ് എന്ന് പറയുക. ഇതൊക്കെ ആരെടുക്കുന്ന തീരുമാനമാണ്? കോർപ്പറേറ്റ് സ്ട്രാറ്റജി ലെവലിൽ വരുന്ന തീരുമാനങ്ങളാണ്. ഔട്ട്സോഴ്സിങ്, എക്സ്റ്റേണൽ സ്പെഷ്യലിസ്റ്റ് പെർഫോം വാല്യൂ ആക്ടിവിറ്റീസ്. നമ്മുടെ ചിലപ്പോൾ ചിലപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ്, ചിലപ്പോൾ ചില ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ കമ്പനി ആയിരിക്കില്ല. ആരായിരിക്കും ചെയ്യുന്നുണ്ടാവുക? നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്ത് പുറത്തെ കമ്പനീസിന് കൊടുക്കും. ചിലപ്പോൾ അവരിതിലെന്തായിരിക്കും? സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. ഔട്ട്സോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് പുറത്തുള്ള ഒരു കമ്പനിക്ക് ചെയ്യാൻ കൊടുക്കുന്നതിനാണ് ഔട്ട്സോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത്. പ്രോസ് നോക്കിക്കേ, ഫോക്കസ് ആൻഡ് എഫിഷ്യൻസി കൂടും. കാരണം അവർ ഈ ഒരു കമ്പനി, അതായത് ഔട്ട്സോഴ്സ് ചെയ്ത് കിട്ടുന്ന കമ്പനി ഈ ഒരു ജോബ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് അവരുടെ സ്പെഷ്യലിസ്റ്റ് നീഷ് ഏരിയ ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്താ, അത് പെട്ടെന്ന് നമുക്ക് ചെയ്തു തരാൻ പറ്റും. ഒന്നോടെ എഫിഷ്യൻ്റ് ആയിരിക്കും. റിസ്ക് എന്താ? ഡിപ്പെൻഡൻ്റ് ആയി പോവും, ഇൻഫർമേഷൻ ലോസ് സംഭവിക്കും. നമ്മുടെ കമ്പനിയുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റയും ഇൻഫർമേഷനും ഒക്കെ ചിലപ്പോൾ അപ്പുറത്തേക്ക് എന്തായി പോവും? ലീക്കായി പോവും. ഡിപ്പെൻഡൻസ് വരും. ഔട്ട്സോഴ്സ് ചെയ്ത് അവർ ചെയ്ത് തന്നാലേ നമുക്ക് നമ്മുടെ വർക്ക് വൃത്തിക്ക് നടക്കുന്നുണ്ടാവും. നമ്മൾ അവരിൽ കുറച്ച് ഡിപ്പെൻഡഡ് ആയി പോവും. ഓക്കെ ആണോ? ഇനി എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ? പല ഇൻഡസ്ട്രിയിൽ, പല മാർക്കറ്റിൽ, പല മേഖലയിൽ കൊണ്ടുപോയി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് ഡൈവേഴ്സിഫൈ ചെയ്യുക എന്ന് പറയുക. ഡൈവേഴ്സിഫിക്കേഷനൊക്കെ നമ്മൾ പാർട്ട് 2 സെക്ഷൻ ബിയിൽ പഠിക്കുന്നുണ്ടാവും. എൻ്റർ ന്യൂ റിലേറ്റഡ് അൺറിലേറ്റഡ് ഇൻഡസ്ട്രീസ് യൂസിങ് എക്സിസ്റ്റിംഗ് കോമ്പിറ്റൻസീസ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഇത് വെച്ച് തന്നെ നമ്മൾ വേറെ പല ഇൻഡസ്ട്രീസിലേക്ക് എന്താവുന്നു? ഡൈവേഴ്സിഫൈ ചെയ്ത് ഇങ്ങനെ വിപുലീകരിച്ച് പോകുന്നു. ഓക്കെ അല്ലേ? സ്പ്രെഡ്സ് റിസ്ക് ആൻഡ് ഇൻക്രീസ് ഓപ്പർച്യൂണിറ്റി. നമുക്കുള്ള അവസരങ്ങൾ കൂടുതലാവും. അപ്പോൾ ഒരുപാട് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ, അവസരങ്ങൾ കൂടുതലായിരിക്കും. റിസ്ക്കും എന്തായി പോവും? പല ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് കൊടുക്കാം. A, B, C, D 4 ഇൻഡസ്ട്രിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എയ്ക്ക് റിസ്ക് വേറെയാ, ബിക്ക് റിസ്ക് വേറെയാ, സിക്ക് റിസ്ക് വേറെയാ, ഡിക്ക് റിസ്ക് വേറെയാ. എയും ബിയും സിയും പൊട്ടിയാലും ഡിയിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടും. ബിയും സിയും ഡിയും പൊട്ടിയാലും എയിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടും. അല്ല, നമ്മൾ എ എന്നുള്ള ഒരു ഒറ്റ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഇൻഡസ്ട്രി പൊട്ടിയാൽ നമ്മൾ തീർന്നു. മനസ്സിലായോ? ഇതാണ് ഡൈവേഴ്സിഫിക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജി, എങ്ങനെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു ഏരിയ കഴിഞ്ഞു. 3 ലെവൽസിലാണ് ചെയ്യുക. ഫങ്ഷണൽ ലെവലിൽ ചെയ്യും, ബിസിനസ് ലെവലിൽ ചെയ്യും, ലാസ്റ്റ് കോർപ്പറേറ്റ് ലെവലിലും ചെയ്യും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രാറ്റജീസൊക്കെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഈ ഒരു കാര്യമായിരിക്കും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കുന്നുണ്ടാവുക. അതോടുകൂടി ഈ ഒരു ചാപ്റ്ററേ കഴിയും. ഓക്കെ അല്ലേ? എന്നാൽ ഒരു തവണ കൂടെ ബ്രേക്ക് എടുക്കല്ലേ. അടുത്ത ആ ഒരു വീഡിയോയും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. ഓക്കെ, ഗുഡ് ലക്ക് ഓൾ.